കോതമംഗലം ഭൂത്താൻകെട്ടിൽ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു. തെലുങ്ക് സിനിമയായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് ആനകളെ കൊണ്ടുവന്നിരുന്നു. അതിൽ 2 ആനകൾ കയറി കൊമ്പ് കോർത്തു ഇടഞ്ഞു. അതിൽ പുതുപ്പള്ളി സാധു എന്ന് പറയുന്നൊരു കൊമ്പൻ, അവൻ ഇത്തിരി പ്രശസ്തനാണ്. അവൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ മറ്റൊരു ആനയുമായിട്ട് ഏറ്റുമുട്ടി അവൻ കാട്ടിലേക്കും കയറിപ്പോയി. ഉൾവനത്തിലേക്കാണ് അവൻ ഓടിപ്പോയത്. ഇതുവരെയും അവനെ കിട്ടിയിട്ടില്ല. ഭൂതത്താൻകെട്ടിലാണ് ഈ ഈ നടന്നുപോയ ആനയിൽ ഇവനാണ് സാധു എന്ന് പറയുന്ന ആന, പുതുപ്പള്ളി സാധു. അപ്പോൾ ഈ സാധുവിനെ ഇപ്പോൾ കാട്ടിനുള്ളിലേക്ക് കയറിപ്പോയ നാട്ടാനെ കണ്ടെത്താൻ കഴിയുന്നില്ല. വനംവകുപ്പ് ഇന്നലെ കൊണ്ടുപിടിച്ചൊരു ശ്രമമൊക്കെ നടത്തി, എന്നിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ എന്തായി തെരച്ചിലെന്നറിയാൻ, കാര്യം കാട്ടിൽ ഈ നാട്ടാനെ കഴിയാൻ കഴിയുമല്ലോ. അപ്പോൾ അതിനെ പിടിച്ചിറക്കണം. അപ്പോൾ എബിൻ ജോസ് നമ്മൾക്കൊപ്പം ഭൂതത്താൻകെട്ടിൽ നിന്ന് ചേരുകയാണ്. എബിൻ ജോസ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ നമ്മുടെ പുതുപ്പള്ളി, അവൻ്റെ പേര് തന്നെ സാധു എന്നാണ്. പക്ഷെ ഉടക്കൊണ്ടായപ്പോൾ അവൻ കാട്ടിലോട്ട് ഓടിക്കളഞ്ഞു. സാധു സന്യാസി എന്നുള്ള അർത്ഥത്തിലുള്ള സാധു ആണോ അതോ വളരെ സാധു ആയതുകൊണ്ടാണോ എന്നറിയില്ല. എന്താ വിവരങ്ങൾ എബിൻ ജോസ്? എസ് ഗുഡ് മോർണിംഗ്. ഏതായാലും സാധുവിനെ കൊണ്ട് ഈ ഭൂത്താൻകെട്ട് റേഞ്ചിലുള്ള വനപാലകർ ഇപ്പോൾ കടുത്ത പണിയിലാണ്. കാരണം സാധാരണ ഈ മേഖലയിലെല്ലാം തന്നെ കാട്ടാനയെ കൊണ്ടാണ് ഈ വനപാലകരും അതുപോലെ നാട്ടുകാരും വട്ടം ചുറ്റുകാറുള്ളത്. എന്നാൽ ഇപ്പോൾ ഈ നാട്ടാന കാട് കയറിയതോടുകൂടി ഇന്നലെ രാത്രി മുതൽ ഉറക്കളച്ചിരുന്ന് ഇതിനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് 5 ദിവസമായി തെലുങ്ക് സിനിമയുടെ ഷൂട്ടിംഗ് ഈ ഭൂത്താൻകെട്ട് തുണ്ടം റേഞ്ച് ഫോറസ്റ്റിന് കീഴിൽ നടക്കുന്നുണ്ട്. അതിൽ 5 ആനകളെയാണ് ഈ ഷൂട്ടിങ്ങിനായിട്ട് എത്തിച്ചത്. ഇതിൽ ഇന്നലെ 2 ആനകൾ വൈകുന്നേരത്തോടു കൂടി 5 മണിക്ക് ശേഷം ചെറിയ സംഘടന ഉണ്ടായി. ഈ പുതുപ്പള്ളി സാധു കാട്ടിലേക്ക് ഓടി കയറി പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഇന്നലെ തെരച്ചിലൊക്കെ നടത്തിയിരുന്നു വനപാലകരെല്ലാം. പക്ഷേ രാത്രി ആയതുകൊണ്ട് തന്നെ ഉൾക്കാട്ടിൽ കയറി തെരച്ചിൽ നടത്താനൊരു പരിമിതികളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ മേഖല വലിയ കാടുള്ള മേഖലയാണ്, വലിയ വനമേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ തെരച്ചിലൊക്കെ വളരെ പ്രയാസകരമായിരുന്നു രാത്രി ആയതുകൊണ്ട്. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ ഏകദേശം 50ഓളം സംഘങ്ങൾ, ഈ വനപാലകരുടെയും RRTയുടെയും സംഘങ്ങൾ ഇപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. ഏകദേശം ആന നിൽക്കുന്ന സ്ഥലമൊക്കെ ലൊക്കേറ്റ് ചെയ്തു എന്നുള്ളതാണ് സൂചനകൾ ലഭിക്കുന്നത്. കാരണം ഈ വനത്തിനുള്ളിലായതുകൊണ്ട് തന്നെ റേഞ്ച് ഇല്ലാത്തൊരു പ്രശ്നമുണ്ട്. നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് കുറച്ച് മാറിയാണ് ഈ ലൊക്കേഷൻ ഉള്ളത്. ഇവിടെയൊക്കെ ഈ മൊബൈൽ റേഞ്ചിൻ്റെയും അതുപോലെയുള്ള സംവിധാനങ്ങളുടെ കുറവ് വളരെയധികമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കിട്ടാൻ അല്പം വൈകും. ഏതായാലും വനപാലകർ രാവിലെ തന്നെ ഈ സാധുവിനെ തേടിയുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. 50ഓളം പേരാണ് തെരച്ചിൽ നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ ആനയുടെ പാപ്പന്മാരും ഉടമസ്ഥരും എല്ലാം സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആ രീതിയിലുള്ള പരിശോധന ഇപ്പോൾ തുടരുകയാണ്. ഏകദേശം 10 മണിക്കുള്ളിൽ തന്നെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളൊരു സൂചനയാണ് ഈ വനപാലകരുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്നത്. കാരണം ഈ ആന അധികം ഉൾക്കാട്ടിലേക്ക് പോയിട്ടുണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം നാട്ടാനയാണ്. ഈ ആനകൾ തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് പേടിച്ചോടിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ ആന അവിടെ പേടിച്ച് നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവും. ആ രീതിയിൽ കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും തെരച്ചിൽ ഊർജിതമായി മുന്നോട്ട് പോവുകയാണ് SK. ഓക്കെ, താങ്ക് യു എബിൻ ജോസ്. ഒരു കാര്യം കൂടി, അവൻ്റെ ജയകുമാർ സോപാനം പറയുന്നത് അവൻ്റെ പേര് സാധു എന്നല്ല വില്ലൻ എന്നാക്കണമെന്നായി. വില്ലൻ എന്ന് പറയാൻ പറ്റില്ല. കാര്യം പ്രതിഷേധ സൂചകമായി അവൻ കാട്ടിനുള്ളിലേക്ക് കയറിപ്പോയത്. കാര്യം അവൻ്റെ പേര് കാട്ടിലാണല്ലോ. അവൻ അങ്ങോട്ടൊന്ന് പോകാൻ തോന്നിയതാകാനാണ് സാധ്യത. അതുപോലെ കൂർഗിൽ നിന്ന് ഒരു സുപ്രഭാതം പറഞ്ഞു, കർണാടകത്തിലെ കൂർഗിലാണ്. അപ്പം ഗുഡ് മോർണിംഗ്. താങ്ക് യു എബിൻ ജോസ്. നമുക്ക് എന്തായാലും തെരച്ചിലിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അറിയാൻ കഴിയും.